നമസ്കാരം ഗൈസ്, കൊല്ലം ഫുഡീസിന്റെ പുതിയൊരു ഫുഡ് ഹണ്ടിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ഇന്നൊരു അടിപൊളി കല്യാണ വിശേഷമാണ്. നമ്മൾ നേരെ കയറി ചെന്നത് അവിടുത്തെ സ്റ്റാർട്ടേഴ്സിന്റെ കൗണ്ടറിലേക്കാണ്. ചോക്ലേറ്റ് ഫൗണ്ടൈൻ, പോപ്കോൺ, കോട്ടൺ ക്യാൻഡി അതൊക്കെയാണ് കിഡ്സ് സോണിലുള്ളത്. തൊട്ടപ്പുറത്ത് സ്നാക്സ് ആയിട്ട് ചിക്കൻ നഗറ്റ്, ഫിഷ് ഫിംഗേഴ്സ്, ഉഴുന്നുവട, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കടുപ്പത്തിലൊരു ചായയും കുടിച്ച് അത് കഴിഞ്ഞൊരു മൊഹിത്തോയും കുടിച്ച് മെല്ലെ അകത്തേക്ക് കയറി. ആദ്യം കണ്ട ഹെർബൽ ടീ കൗണ്ടറിൽ നിന്ന് ഒരു തുളസി ജിഞ്ചർ ടീയും കുടിച്ച് ഞാൻ ചാട്സിന്റെ കൗണ്ടറിലേക്ക് പോയി. അവിടെ സമൂസ ചാട്ടും ബേൽപൂരിയും മസാൽ പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. എൻ്റെ കൂടെ വന്നവരത് ട്രൈ ചെയ്തു. കാരണം നമ്മുടെ നോട്ടം എപ്പോഴും അടുത്ത മെയിൻ കോഴ്സിലേക്കും നല്ല അടിപൊളി നോൺ വെജ് ഐറ്റംസിലേക്കും ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡൈനിങ് തുടങ്ങിയപ്പോഴത്തേക്കും അകത്തേക്ക് കയറി ആദ്യം തന്നെ അവിടുത്തെ സലാഡ് കൗണ്ടറിലേക്ക് വന്നു. ഉപ്പിലിട്ട കുറേ ഐറ്റംസും പാസ്തയും കുറേ സാലഡ്സും നടുക്കൊരു ഹമൂറിന്റെ പൊരിച്ച മീനും ഞാൻ കണ്ടു. ആദ്യം തന്നെ പ്ലേറ്റിലേക്ക് കുറച്ച് പാസ്ത സാലഡും റഷ്യൻ സാലഡും ഒക്കെ ഇട്ട് ആ ഹമൂറിൽ നിന്ന് നല്ല കുറച്ച് പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കുറച്ച് ഗ്രിൽഡ് സ്ക്വിഡും ഒരു ഫുൾ കോഴി പൊരിച്ചതിൻ്റെ ലെഗ് പീസും നോക്കിയെടുത്തു. കുറച്ച് ഉപ്പിലിട്ടതും കഴിച്ചിട്ട് ഈ കല്യാണത്തിന്റെ മെയിൻ ഹൈലൈറ്റ് ആയ തൂക്കിയിട്ടേക്കുന്ന ഈ ചെമ്പിലുള്ള മട്ടൻ ബിരിയാണി കഴിക്കാൻ പോയി. മട്ടൻ ബിരിയാണി വിളമ്പുന്ന ആളുടെ അടുത്ത് ഞാൻ നമ്മുടെ സ്ഥിരം ഡയലോഗ് എടുത്തു, കുറച്ചുകൂടെ മതി. എന്തായാലും മട്ടൻ ബിരിയാണി ഉഷാറായി. എനിക്കിതുവരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മട്ടൻ ബിരിയാണി തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു പ്ലേറ്റ് എടുത്ത് 2 നെയ്പത്തലും നാടൻ ചിക്കൻ കറിയും കുറച്ച് കുട്ടനാടൻ താറാവ് കറിയും കൂടെ ഒഴിച്ചു. ഈ താറാവ് കറിയും നെയ്പത്തലും കോംബോ അടിപൊളിയായിരുന്നു. പക്ഷെ നാടൻ ചിക്കൻ കറി എനിക്ക് ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. കുറ്റമൊന്നും പറയാനില്ല, പക്ഷെ ആ ഒരു വൗ ഫാക്ടർ ഇല്ല. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവിടുത്തെ തട്ടുകടയിലേക്ക് വിട്ടു. അവിടെ ചട്ടിയിലിരുന്ന ചേന, ചേമ്പ്, കാച്ചില്, ചീനി, അതിൻ്റെ കൂടെ മുളകിട്ട ചൂരക്കറിയും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളി. ചൂരക്കറിക്ക് നല്ല അടിപൊളി എരിവും പുളിയും ഉണ്ടായിരുന്നു. ചീനിക്ക് പക്ഷേ കുറച്ച് വേവ് കുറഞ്ഞു പോയ പോലെ തോന്നി. അപ്പോഴാണ് ഒരുത്തം വന്ന് പറയുന്നത്, അളിയ നീ ആ മട്ടൻ കുറുമ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണെന്ന്. അങ്ങനെ ഞാനൊരു പ്ലേറ്റ് എടുത്ത് 2 പൊറോട്ടയും കുറച്ച് മട്ടൻ കുറുമയും ഒരു ഭംഗിക്ക് കുറച്ച് ബട്ടർ ചിക്കനും കൂടെ എടുത്തു. അവൻ പറഞ്ഞത് ശരിയാണ്, മട്ടൻ കുറുമ നൈസായിരുന്നു. മട്ടൻ കുറുമയുടെ അപ്പുറത്ത് ആ ടിക്കാസ് കണ്ടപ്പോഴത്തേക്കും റൊമാലി റൊട്ടിയും കൂട്ടി കുറച്ച് ടിക്കാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ചിക്കൻ ടിക്ക, മലായി ടിക്ക, ഹരിയാലി ടിക്ക, ചിക്കൻ കബാബ്, പേര് പോലെ തന്നെ ഐറ്റംസ് എല്ലാം എന്തായാലും നല്ലതായിരുന്നു. പിന്നെ ഞാൻ പോയി 2 അപ്പം എടുത്ത് സൈഡിൽ ചിക്കൻ 65ഉം ബീഫ് കോക്കനട്ട് ഉലത്തിയതും എടുത്ത്. കറികൾ കൂടിപ്പോയതുകൊണ്ട് മാത്രം ഞാൻ 2 ഇടിയപ്പവും കൂടെ എടുത്തു, ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ. എന്തായാലും അപ്പവും ബീഫ് കോക്കനട്ട് ഉലത്തിയതും നല്ലൊരു കോംബോ ആയിരുന്നു. നമുക്കിനി അടുത്തൊരു കോംബോ കണ്ടുനോക്കാം. ഇത് റൈസുകളുടെ ഒരു കോംബോ ആണ്. വെജ് ഫ്രൈഡ് റൈസ്, സൈഡില് ലെമൺ റൈസ്, പിന്നെ കുറച്ച് ഗോബി ചില്ലി അല്ലെങ്കിൽ ബട്ടർ ചിക്കനും. ഈ കോംബോ ചെറിയൊരു ഫ്ലോപ്പാണോ എന്ന് എനിക്ക് എടുത്തപ്പോൾ തോന്നി. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ആ തോന്നലൊന്ന് മാറി. സംഭവം കൊള്ളാം. ലെമൺ റൈസും ബട്ടർ ചിക്കനും കോംബോ എന്തായാലും നന്നായി. ഇത് കഴിഞ്ഞ് ഞാൻ ദോശകളുടെ കൗണ്ടറിലേക്ക് പുറപ്പെട്ടു. ഒരു ചിക്കൻ ദോശയും ബീഫ് ദോശയും സാമ്പാറും ചമ്മന്തിയും ഒരു ഓംലെറ്റും ഒരു വടയും കൂടെ ഞാൻ എടുത്തു. സംഭവം ദോശ കൗണ്ടറിലെ ചേട്ടൻ്റെ വിഷമം കണ്ടിട്ട് മാത്രമാണ് ഞാൻ പോയി എടുത്തത്. കാരണം എല്ലാവരും ചിക്കൻ്റെയും മട്ടൻ്റെയും ഡിഷസിൻ്റെ പുറകെ ആയിരുന്നേ. അങ്ങനെ ഞാൻ ആ ചിക്കൻ ദോശയും ബീഫ് ദോശയൊക്കെ നല്ല ആസ്വദിച്ചിരുന്ന് കഴിച്ചു. ഇടയ്ക്ക് ഓംലെറ്റിൻ്റെ ഒരു പീസും ചട്നിയിൽ കുളിച്ചടക്കുന്ന ആ വടയും കഴിച്ചു. നമ്മൾ ആദ്യം ചെന്ന ആ സലാഡ് കൗണ്ടറിലേക്ക് ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയപ്പോൾ അവിടെ ദാ മന്തി ഇരിക്കുന്നു. അപ്പോൾ പിന്നെ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ആദ്യം ആ മന്തിയുടെ ഒരു ലെഗ് പീസും കുറച്ച് റൈസും പിന്നെ അവിടെ ഇരുന്ന 2 ചട്നികളും കോരി പ്ലേറ്റിലേക്ക് ഇട്ടു. പക്ഷെ മന്തി എന്നെ നിരാശപ്പെടുത്തി. സംഭവം ആവറേജ് ആയിരുന്നു. അങ്ങനെ ആ വിഷമം മാറാൻ വേണ്ടി ഞാൻ നേരെ മന്തി ഫിനിഷ് ചെയ്തിട്ട് ഡെസേർട്ട് കൗണ്ടറിലേക്ക് വിട്ടു. അവിടെ കുറേ വെറൈറ്റി പുഡിങ്സും ക്യാരറ്റ് ഹൽവയും ഫ്രൂട്ട് സലാഡും ഗുലാബ് ജാമുനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഓരോ പുഡിങ്സിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ടെൻഡർ കോക്കനട്ട് പുഡിംഗ്, പിസ്ത പുഡിംഗ്, ബ്ലൂബെറി ചീസ് കേക്ക്, ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനെ എല്ലാ പുഡിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും മിസ്സാക്കിയിട്ടില്ല. അപ്പോൾ ഈ കാറ്ററിങ് കടുവയിൽ കാറ്ററിങ്ങിൻ്റെയാണ്. ഒരു ആറ്റിങ്ങൽ ബേസ് കാറ്ററിംഗ് കമ്പനിയാണ്. പക്ഷെ അവർ കേരളം മുഴുവൻ വർക്ക് എടുക്കുന്നുണ്ട്.
അപ്പോൾ പുഡിങ് കഴിഞ്ഞ് ഞാൻ ഒരു ക്യാരറ്റ് ഹൽവയും വാനില ഐസ്ക്രീമും പിന്നെ ഫ്രൂട്ട് സലാഡ് വാനില ഐസ്ക്രീം കോംബോയും, അവിടെ പിസ്ത ഐസ്ക്രീമും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം വാനിലയാണ്. അങ്ങനെ ഞാൻ 2 ജിലേബി വാനില ഐസ്ക്രീം കോംബോ കൂടെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അധികം ഡെസേർട്സ് കഴിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്ത് വീട്ടിൽ പോയി. കൊല്ലം ഫുഡീസ്, പോസിറ്റീവ് വൈബ്സ് ഓൺലി.